നമ്മളോടുള്ള വാശി തീർക്കാൻ ആ താര ഇവള് യൂസ് ചെയ്യുന്നതെന്നേ. അങ്ങനെയൊന്നും അല്ല. ഇനി ആണെങ്കിൽ തന്നെ അതിനിപ്പോ എന്താ? ഒരു ദിവസം കുറച്ചു നേരത്തേക്ക് അവരിവിടെ വന്ന് പോയതുകൊണ്ട് നമുക്ക് എന്താ നഷ്ടം? പൂർണിമ ചേച്ചി സമ്മതിക്കുന്നു തോന്നുന്നില്ല. ഇന്ദ്രപ്രസ്ഥം അക്ഷിതയുടെ കൂടെ വീടാണ്. അവിടെ ഫംഗ്ഷൻ നടത്തുന്നതിന് പൂർണിമയുടെ അനുവാദം എന്തിനാ? അതും മാത്രമല്ല, അക്ഷിത ഇങ്ങനൊരു ഗംഭീര ഫംഗ്ഷൻ നടത്തുന്നത് പൂർണിമയും ദുർഗയും ഉൾപ്പെടെ എല്ലാരും അത് കാണണം. അക്ഷിതയെ കൊച്ചാക്കിയവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മറുപടി കൂടിയായിരിക്കും ഈ പാർട്ടി. കാര്യമൊക്കെ ശരിയാ, പക്ഷേ അല്ല, എന്തിനാ ഒരു പക്ഷേ? അക്ഷിത പൂർണിമയുടെ അടിമയൊന്നുമല്ല. നിന്റെ അവകാശം സ്ഥാപിക്കാൻ കൂടിയുള്ള അവസരമായി നീ ഇതിനെ കാണണം. ഈ പാർട്ടി നടത്തുന്നത് പൂർണിമയുടെ മേലുള്ള അക്ഷിതയുടെ ആദ്യത്തെ വിജയം കൂടിയായിരിക്കും. അപ്പോ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് നമ്മൾ പാർട്ടി നടത്തല്ലേ? ഓക്കെ മാഡം, നമുക്ക് നടത്താം. മിടുക്കി. ഈ കോൺഫിഡൻസ് ആണ് അക്ഷിതയുടെ പ്ലസ് പോയിന്റ്. താങ്ക് യു. എങ്കിൽ ചെല്ല്, പോയി ഇൻവൈറ്റ് ചെയ്യാനുള്ളവരുടെ ലിസ്റ്റൊക്കെ സെറ്റാക്കിക്കോ. ശരി. ചെല്ല്. ശരി. നിന്നിലൂടെ ഞാൻ പൂർണിമയെ തകർക്കും. ഇനിയുള്ള കളികൾ ഈ താരയുടേതാ. ആ പൂർണിമയെ തറ പറ്റിക്കാൻ ഇതുപോലൊരു ചാൻസ് കിട്ടുമോ? 2 പോലീസ് ഓഫീസേഴ്സാ എന്റെ പ്ലാൻ എല്ലാം തകർത്തത്. അവരെങ്ങനെ ആ സ്ഥലം കണ്ടുപിടിച്ചെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോ പൃഥ്വിയുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ഒരു ശ്രമം നടത്തി നോക്കിയതായിരിക്കാനാണ് സാധ്യത. അതിപ്പോ എങ്ങനെയായാലും അവർക്ക് കൊച്ചിനെ തിരിച്ചു കിട്ടിയില്ലേ? അല്ലെങ്കിലും കുട്ടികളെ ഉപദ്രവിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഈ കുട്ടിക്ക് സംസാരിക്കാനും കേൾക്കാനും ഒന്നും സാധിക്കില്ല. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ആ കുട്ടിയെ പിന്നെ എന്ത് ചെയ്യാനായിരുന്നു പ്ലാൻ? പൂർണിമയുടെ കയ്യില് എനിക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്ന് എനിക്കറിയണം. അവളുടെ കയ്യിൽ അവളുടെ അച്ഛൻ്റെ ഒരു ഡയറി ഉണ്ടെന്ന് പറയുന്നു. അതില് അയാൾ എന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അത് കിട്ടിയ കുട്ടിയെ തിരികെ കൊടുക്കാൻ തന്നെയായിരുന്നു പ്ലാൻ. ഇപ്പൊ ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഇനി ആർക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ആ ഡയറി ആ വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് എടുത്തിരിക്കും. നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഈ വീട്ടിൽ വെച്ച് പാർട്ടി നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അതിന്റെ കാരണം എനിക്ക് മനസ്സിലാവാത്തെ. എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ചെയ്തു വരുന്ന ഈ ഒരു കാര്യം എനിക്ക് മാത്രം ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാ? അഷി, വെറുതെ അഭിനയിക്കണ്ട. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ഇല്ല പൃഥ്വി പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, തെളിച്ചു പറയാം. നീ ആ താരയുടെ ഓഫീസിൽ ജോലിക്ക് വന്നത് എനിക്കിഷ്ടമല്ല. പൂർണിമ ചേച്ചിയും താരയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അറിഞ്ഞു വെച്ചിട്ട് അവരെ കൂട്ടി ഇവിടെ വെച്ച് പാർട്ടി നടത്തണമെന്ന് വാശി പിടിച്ചാ അത് സമ്മതിച്ചു തരാൻ എനിക്ക് പറ്റില്ല. അപ്പൊ അതാണ് കാര്യം. പൂർണിമ ചേച്ചിക്ക് സങ്കടം ഉണ്ടാവുമെന്ന് കരുതിയാണോ എന്നെ പൃഥ്വി തഴയുന്നേ? അതെ, ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ചേച്ചി തന്നെയാ. ചേച്ചിയെ വേദനിപ്പിക്കുന്ന ഒന്നും ഇവിടെ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ എന്താ പൃഥ്വി ഒന്നും മനസ്സിലാക്കാത്തെ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ ഇവിടെ ബഹളം? എന്താ അശി? എന്തു പറ്റി? നീ കരയാതെ കാര്യം പറ. മഹിയേട്ടാ, മഹിയേട്ടാ. എന്താ എന്തു പറ്റി? ജോലി കിട്ടിയതിന്റെ പേരിൽ പാർട്ടി നടത്തണമെന്ന് ഓഫീസിൽ എല്ലാവരും എന്നെ നിർബന്ധിക്കുന്നു. പക്ഷെ അത് നടത്താൻ പൃഥ്വി സമ്മതിക്കുന്നില്ല. എന്താ പൃഥ്വി? എന്താ പൃഥ്വി? അശി പാർട്ടി നടത്തുന്നതിന് നിനക്കെന്താ പ്രശ്നം?
അല്ല അല്ലെങ്കിൽ തന്നെ ഓഫീസിൽ എല്ലാരും ചെയ്യുന്ന കാര്യം തന്നെയല്ലേ ഇവളും ചെയ്യുന്നുള്ളൂ. ഉം. എന്താ പൃഥ്വി നീയൊന്നും മിണ്ടാതിരിക്കുന്നേ? എന്താ നിന്റെ പ്രശ്നം? ചേച്ചി ഇവൾ ഈ പാർട്ടി ഇവിടെ വെച്ച് നടത്തണം എന്നാ പറയുന്നേ. അതിനെന്താ, അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടല്ലോ. ഉഫ്, അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ? ആ താര ഈ പാർട്ടിക്ക് ഉണ്ടാവുന്നേ. അവളും കൂടെ കൂടിയാ ഈ പാർട്ടി നടത്തുന്നാ പറയുന്നേ. അത് വേണ്ട ഷീ. താര ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. അതെന്താ അച്ഛാ? താര മേഡത്തിന്റെ ഓഫീസിലല്ലേ ഞാൻ വർക്ക് ചെയ്യുന്നേ. അപ്പൊ പിന്നെ മേഡം വരാതിരിക്കോ? കണ്ടോ കണ്ടോ ഇപ്പൊ എന്തായി? നമ്മളോടുള്ള വാശി തീർക്കാൻ ആ താര ഇവളെ യൂസ് ചെയ്യുന്നതന്നെ. അങ്ങനെയൊന്നും അല്ല. ഇനി ആണെങ്കിൽ തന്നെ അതിനിപ്പോ എന്താ? ഒരു ദിവസം കുറച്ചു നേരത്തേക്ക് അവരിവിടെ വന്ന് പോയതുകൊണ്ട് നമുക്ക് എന്താ നഷ്ടം? താരയുടെ യഥാർത്ഥ സ്വഭാവം അറിയാത്തതുകൊണ്ടാ അഷി ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്. ഒരിക്കലും താരയെ അംഗീകരിക്കാനോ ആക്സെപ്റ്റ് ചെയ്യാനോ എനിക്ക് പറ്റില്ല ഷി. കേട്ടല്ലോ, ഇതാണ് ഇവിടുത്തെ അവസാനത്തെ തീരുമാനം. അപ്പൊ എന്റെ വാക്കിന് ഈ വീട്ടിൽ യാതൊരു വിലയില്ലേ? ഈ കാര്യത്തിലില്ല. ആളുകളുടെ മുന്നിൽ സ്വന്തം ഭാര്യ ഇങ്ങനെ നാണം കെടുത്തുന്നതില് പൃഥ്വിക്ക് യാതൊരു പ്രശ്നവും ഇല്ലേ? അഷി, നിനക്കുള്ള മറുപടി ഞാൻ തന്നു കഴിഞ്ഞു. നിർത്ത് പൃഥ്വി. ദേ, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അഷി ഇങ്ങനെ വിഷമിപ്പിക്കാതെ. അല്ലെങ്കിൽ തന്നെ ഇവിടെ വെച്ച് പാർട്ടി നടത്തിയെന്ന് വെച്ച് എന്താ കുഴപ്പം? ചന്ദ്രമതി വേണമെന്ന് നിർത്തിക്കേ. ഇല്ല, അമ്മേ, അശ്വതി എന്റെ മരുമകളാ. അവൾ എല്ലാവരുടെ മുന്നിൽ നാണം കെടുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ഈ സമയത്ത് അഷിയുടെ മനസ്സ് വേദനിച്ച അത് കുഞ്ഞിനെ ബാധിക്കും. ശരി, അഷി പാർട്ടി നടത്തട്ടെ. ചേച്ചി അത് മറ്റെവിടെയെങ്കിലും വെച്ച് ആയിക്കൂടെ? ആ അത് പറ്റില്ല ചേച്ചി. എനിക്ക് ഇവിടെ വെച്ച് തന്നെ നടത്തണം. ഞാൻ അങ്ങനെ വാക്ക് പറഞ്ഞു പോയി. ആ, അതങ്ങ് മാറ്റി പറഞ്ഞാ പോരെ. ഇന്ദ്രപ്രസ്ഥത്തിലുള്ള ഒരു വാക്ക് പറഞ്ഞാൽ മാറ്റില്ല എന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ. ഉഫ്. ആ, എന്നെ പിന്നെ എന്താ ഇന്ദ്രപ്രസ്ഥത്തിലുള്ളതായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ലേ? ഈ കാര്യത്തെ ഞാൻ അഷിയുടെ ഭാഗത്താ. അമ്മേ, അഷിയുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒരു ജോലി പൂർണിമ കൊടുക്കാതിരുന്നതുകൊണ്ടല്ലേ അവൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകേണ്ടി വന്നത്. അപ്പൊ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അമ്മേ മതി. വേണ്ട പൃഥ്വി. ഞാൻ അഷിയും ചെറിയമ്മയൊക്കെ പറയുന്നതിൽ കാര്യമുണ്ട്. ഇത് അഷിയുടെയും കൂടെ വീടാണല്ലോ. ഉം. ഇവിടെ വെച്ച് പാർട്ടി നടത്താൻ അവൾക്ക് അവകാശമുണ്ട്. ചേച്ചി പാർട്ടി ഇവിടെ വെച്ച് തന്നെ നടത്തിക്കോ. ആ.